ക്രിക്കറ്റ് വിത്ത് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മുംബൈ ഇന്ത്യൻസ് ഇന്നലെ വീണ്ടും പൊട്ടി. SRH ആവട്ടെ അവരുടെ വിജയക്കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഇന്നലെ MIക്കും പണി കൊടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. മുംബൈ ഇന്നലെ 4 മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇറങ്ങിയത്. അതായത് റോബിൻ മിൻസിനെ ടീമിലേക്ക് എത്തിക്കുന്നു, ജാക്സനെ കൊണ്ടിരുന്നു, ബോൾട്ടിനെ എത്തിക്കുന്നു, റിക്കിൾട്ടിനെ എത്തിക്കുന്നു. അങ്ങനെ 4 മാറ്റങ്ങൾ വരുന്ന SRH ആവട്ടെ ഹർഷ് ദുബൈനെ ടീമിലേക്ക് കൊണ്ടിരുന്നു. റിക്കൾട്ടന്റെ ഷോ ഇന്നലെ കണ്ടു, ശരിയാണ്. പക്ഷേ ക്ലാസനും ഹെഡും കൂടി ചേർന്നങ്ങ് മറുപടി നൽകുന്ന കാഴ്ചയും കണ്ടില്ല. നമുക്കൊന്ന് മത്സരത്തിലൊന്നും സമഗ്രമായിട്ടൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. അതിലേക്ക് പോകാം. അപ്പോ ടോസ് കിട്ടിയിട്ട് മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ ചൂസ് ടു ബാറ്റ് ഫസ്റ്റ് എടുത്തു. വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് ചൂസ് ടു ബാറ്റ് എടുക്കുന്നത്. സെക്കൻഡ് ഇന്നിങ്സ് നമുക്കറിയാം നല്ല രീതിയിൽ ഡുവലാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. അത് എന്നിട്ടാണ് ഹാർദിക്കിനെ പോലത്തെ ഒരു ക്യാപ്റ്റൻ, ഒരു പ്ലെയർ ചൂസ് ടു ബാറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? മുംബൈ 243 റൺസ് എടുക്കുന്ന കാഴ്ച കണ്ടില്ലേ. നമുക്ക് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ വിൽ ജാക്സും റയാൻ റിക്കിൾട്ടനും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്ത് അവർക്ക് സോളിഡ് പവർ പ്ലേ സ്റ്റാർട്ട് കിട്ടി. ഡീസന്റ് പവർ പ്ലേ സ്റ്റാർട്ട് അവരെടുത്തു. 6 ഓവർ ആകുമ്പോഴത്തേക്ക് 80 റൺസിലേക്ക് അവർ പോകുന്ന കാഴ്ച കണ്ടില്ലേ. അവർ നല്ല രീതിയിൽ തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന കാഴ്ച. പ്രത്യേകിച്ച് വിൽ ജാക്സ് ഒക്കെ ആദ്യ ഘട്ടത്തിൽ ആനങ്ങ് അടിക്കുന്ന കാഴ്ച കണ്ടു. ശരിയാണ്, ആദ്യത്തെ ഓവറിൽ പാറ്റ് കമ്മിൻസ് നല്ല രീതിയിൽ പന്തെറിഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ഓവറിൽ മുതൽ മുംബൈ ഇന്ത്യൻസ് അവർക്ക് അടി കൊടുക്കുന്ന കാഴ്ച കണ്ടു. പ്രഫുൽ എൻജയ്ക്ക് കിട്ടുന്നു, പിന്നെ പാറ്റ് കമ്മിൻസിന് കിട്ടുന്നു. അങ്ങനെ എല്ലാവർക്കും അടി കൊടുക്കുന്നു. അങ്ങനെ 6 പവർ പ്ലേ കഴിയുമ്പോഴത്തേക്ക് 80 റൺസിലേക്കൊക്കെ വരുന്ന കാഴ്ച കണ്ടു. അപ്പൊ അവിടെ നിന്ന് 8ാമത്തെ ഓവറിലാണ് വിൽ ജാക്സിന്റെ വിക്കറ്റ് വന്നത്. അതായത് 7ാമത്തെ ഓവറിൽ 8ാമത്തെ ഓവറിൽ നിതീഷ് കുമാർ റെഡ്ഡിക്ക് ബോൾ കൊടുക്കുന്നു. കീപ്പർ ക്യാച്ചാണ് വിൽ ജാക്സ്. 93 റൺസിന് വിക്കറ്റ്. ജാക്സ് എടുത്ത 46 റൺസ്, 5 ബൗണ്ടറികളും 3 സിക്സറുകളും ജാക്ക് വായിക്കുന്ന കാഴ്ച കണ്ടു. പിന്നെ റിക്കിൾട്ടിനെ കൂട്ടായിട്ട് സൂര്യകുമാർ യാദവ് ആയിരുന്നു. സൂര്യകുമാർ യാദവിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സ്കൈ സീസണിൽ ത്രൂ ഔട്ട് ഫോം ഔട്ടിലാണ്. അദ്ദേഹത്തിന് ഇപ്പോ വളരെയധികം ഫോം ഔട്ടിലാണ് അദ്ദേഹം കളിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ അടിച്ചെന്ന് കളിക്കുന്ന മുംബൈ 7 ഓവറിൽ 93 റൺസ് എടുത്ത ടീം 1 ഡൗൺ ആയിട്ട് സൂര്യൻ ഇറക്കി വിടുന്നു. ആ ഒരു മൊമെന്റം നഷ്ടപ്പെടുന്നു. അദ്ദേഹം 5 പന്തിൽ 5 റൺസ് എടുത്തു. അദ്ദേഹം ഔട്ട് ആവുന്നുണ്ട്, നിൽക്കുന്ന പോലും ഇല്ല. പക്ഷേ ആ ഒരു സ്ട്രഗിൾ ചെയ്യുമ്പോൾ മറുഭാഗത്ത് റിക്കിൾട്ടിനെ അടിച്ചങ്ങ് കളിക്കുകയാണ്. അദ്ദേഹം ആ സമയത്ത് അടിച്ചങ്ങ് കളിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സൂര്യകുമാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിലും റിക്കിൾട്ടൻ തന്റെ സുപ്രസിദ്ധമായ ശൈലിയിൽ റിക്കിൾട്ടൻ അടിച്ചങ്ങ് കളിക്കുന്ന കാഴ്ച കണ്ടില്ലേ. ഇപ്പൊ സൂര്യകുമാർ അത് യഥാർത്ഥത്തിൽ പോകുന്നത് നമ്മുടെ ഇഷാൻ മല്ലിംഗയുടെ പന്തിൽ ഒരു സ്ലോവർ ബോൾ ബൗൺസ് ഇടുന്നു. അതടിക്കാൻ ശ്രമിക്കുന്നു. ഡീപ് സ്ക്വയർ ലെഗിലേക്ക് ക്യാച്ച് ആയി പോകുന്നു. അങ്ങനെയാണ് നമ്മുടെ സൂര്യകുമാർ അത് ഔട്ടാവുന്നത്. അപ്പൊ റിക്കിൾട്ടൻ ഒരു ഭാഗത്ത് തന്റെ ശൈലി കളിക്കുന്നുണ്ട്. അദ്ദേഹം അറ്റാക്ക് ചെയ്ത് കളിക്കുന്നു. അദ്ദേഹത്തിന്റെ കൂട്ടായിട്ട് നമാൻ തീരനെ ഇറക്കി വിടുന്നു. പക്ഷെ നമാൻ തീറിനും കാര്യമായിട്ട് ഇന്നലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമാൻ തീറും കാര്യമായിട്ട് ഒരു ഇമ്പാക്ട് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹത്തിനും ഷോട്ടുകളൊന്നും കളിക്കാൻ പറ്റും. അദ്ദേഹം പ്രഫുൽ എൻജയുടെ മുന്നിൽ ഇവിടെ ഹർഷ് ദുബൈ ഒടിച്ചിട്ട് പുറത്താകുന്ന കാഴ്ചയാണ് കണ്ടത്. നമാൻ തീർ ഔട്ട് ആകുമ്പോൾ ടീം 165ലേക്ക്. അതായത് നമാൻ തീർ ഇന്നലെ എടുത്ത റൺസ് 22 റൺസാണ്. 22 റൺ. അപ്പൊ റിക്കിൾട്ടൻ ഒരു ഭാഗത്ത് ആനങ്ങടിക്കുന്ന കാഴ്ച. അദ്ദേഹം അറ്റാക്കിംഗ് ഇന്റൻഷൻ ഇവിടെ അഗ്രസീവ് ബാറ്റിംഗ് സ്റ്റൈല് പുറത്തുവിടുന്ന കാഴ്ച കണ്ടില്ലേ നിങ്ങള്. ഹർഷ് ദുബൈക്ക് അടിക്കുന്ന അടി കണ്ടില്ലേ. അത് ഷാക്കിബ് ഹുസൈന് കിട്ടുന്ന കിട്ടല് കണ്ടില്ലേ. എല്ലാവർക്കും അദ്ദേഹം അടിച്ചു ഇന്നലെ. പിന്നെ നമാൻ തീർ പോയതിനു ശേഷം ഹാർദിക് പാണ്ഡ്യ കൂട്ടായിട്ട് എത്തുന്നു. പാണ്ഡ്യ ഇന്നലെ ഒരു കമ്മിയോ കളിച്ചു, ശരിയാണ്. 15 പന്തിൽ 31 റൺസാണ് നായകൻ ഹാർദിക് പാണ്ഡ്യ എടുക്കുന്നത്. ഹാർദിക് പാണ്ഡ്യന്റെ വിക്കറ്റ് ഷാക്കിബ് ഹുസൈനാണ് പറഞ്ഞു വിടുന്നത്. ഒരു 19 അറിയാൻ പറ്റാതെ 19ാമത്തെ ഓവറിൽ ഔട്ടാകും. ഷക്കീബ് ഹുസൈനാണ് എടുക്കുന്നത്. നമ്മുടെ തിലക് വർമ്മ വന്നിട്ട് 2-3 സിക്സറുകളൊക്കെ അടിക്കുന്ന കാഴ്ചയും കണ്ടില്ലേ. അപ്പൊ നന്നായിട്ട് കാര്യത്തിനായിട്ട് പവർ പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ അതേപോലെ തന്നെ അവർ മികച്ച രീതിയിൽ തന്നെ അവർ കളിച്ചുകൊണ്ടിരുന്നത് സംശയങ്ങളില്ല. ബാറ്റിംഗ് അവർ ഇന്നലെ നല്ല രീതിയിൽ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് പവർ പ്ലേയിൽ നല്ല സ്റ്റാർട്ട് കിട്ടിയാൽ തന്നെ വലിയ സ്കോറിലേക്ക് പോകാൻ പറ്റും. അതുകൊണ്ടാണ് ജാക്സനും റിക്കിൾട്ടനും കൂടി ചേർന്ന് 2 ഓപ്പണിംഗ് ഇറക്കി വിട്ടത്. 2 പേര് ക്ലിക്കായി. അപ്പോൾ 2 പേരും കൂടി മികച്ച രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റിക്കിൾട്ടൻ അത് ഫിനിഷ് ആയ കൂടി ഉണ്ടായി. ഇങ്ങനെ റിക്കിൾട്ടൻ മുംബൈക്ക് വേണ്ടിയിട്ട് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി എന്ന റെക്കോർഡ് എടുത്തു. മുംബൈ ഇന്ത്യൻസിന് 44 ബോളാണ് ഇന്നലെ റയാൻ റിക്കിൾട്ടൻ 100 തികച്ചത്. അതിനു മുമ്പ് ശ്രീലങ്കൻ സൂപ്പർ താരം ജയസൂര്യയും തിലക് വർമ്മക്ക് 45 ബോളാണെങ്കിൽ ഇന്നുള്ള നമ്മുടെ റയാൻ റിക്കിൾട്ടൻ അത് 44 ബോളിലേക്ക് തന്റെ പേരിലേക്ക് ആ റെക്കോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്.
ഇപ്പൊ 2025 ഡിസംബർ മുതൽ ഇങ്ങോട്ടെടുത്താൽ റയാൻ റിക്കിൾട്ടൺ 3 T20 സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. അത് 3 എന്താ പറയാ MIക്ക് വേണ്ടി, അതായത് MIയുടെ അഡിഷൻ വരുന്നത് 113 ഡർബൻ സൂപ്പർ കിങ്സ് സെഞ്ചുറി അടിക്കുന്നു, 113 ജോബർഗ് സൂപ്പർ കിങ്സ് സെഞ്ചുറി അടിക്കുന്നു. ഇപ്പോഴത്തെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ 123 റൺസ് നോട്ട് ഔട്ട് ആവുന്നു അദ്ദേഹം. അങ്ങനെ ഒരു 243 എന്ന വലിയ ഹ്യൂജ് ടോട്ടൽ തന്നെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ കുറിച്ചു വെക്കുന്നു. ഈ സെഞ്ചുറി യഥാർത്ഥത്തിൽ മുംബൈക്ക് ആശ്വാസകരമാണ്. കാരണം റിക്കിൾട്ടന്റെ ഫോം മുംബൈക്ക് ആശ്വാസകരമാണ്. പക്ഷെ സംശയങ്ങളും അതിൽ വേണ്ട. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ SRHന്റെ ബാറ്റിങ്ങിലേക്ക് നമുക്കൊന്ന് വരേണ്ടതുണ്ട്. SRHന്റെ ബാറ്റിങ്ങിൽ യഥാർത്ഥത്തിൽ ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കൂടി ചേർന്ന് ഓപ്പൺ ചെയ്യുന്നു. എന്താണ് സംഭവിച്ചത്? SRH ആദ്യത്തെ 3 ഓവർ ആകുമ്പോഴത്തേക്ക് 43 റൺസിലേക്ക് എത്തി. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് അറിയോ? 4 ലൈഫാണ് ഇന്നലെ ഹെഡിന് കിട്ടിയത്. നമ്മൾ കണ്ടതായിരിക്കും. ഹെഡിന്റെ ബോൾട്ടിന്റെ പന്തടിക്കുന്നു, നമാന്റെ അത് 6 ആവുന്നു. ഒരു ക്ലിയർ ക്യാച്ച് പിടിക്കുന്നു, പക്ഷെ റിവ്യൂ എടുക്കുന്നില്ല. ഒരു പ്രശ്നമൊന്നുമില്ലേ? പിന്നെ നമാന്റെ ഒരു ക്യാച്ച് ഡ്രോപ്പ് ആക്കുന്നു, നമാന്റെ ഒരു പിടിച്ച ബോൾ 6 ആവുന്നു. അങ്ങനെ 4 ലൈഫ് കിട്ടി ഇന്നലെ ട്രാവിസ് ഹെഡിന്. 4 ലൈഫാണ് ഹെഡിന് കിട്ടുന്ന കാര്യം ഓർക്കണം. അപ്പൊ അതിലൊരു കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പൊ ഹെഡും അഭിഷേകിനെ കുറിച്ച് ഓപ്പൺ ചെയ്യുന്നു. 2 പേരും കൂടി മികച്ച രീതിയിൽ ഓപ്പൺ ചെയ്യുന്നു. ഒരു ബ്രൂട്ടൽ അറ്റാക്കിംഗ് ആയിട്ട് പവർ പ്ലേയിൽ അവർ നടത്തിക്കൊണ്ടിരുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. ബോൾട്ടിനും ബുംറക്കും എല്ലാവർക്കും അടി കിട്ടുന്ന കാഴ്ച. ബോൾട്ടിന് കിട്ടുന്നു, ബുംറ കിട്ടുന്നു. അശ്വിനി കുമാർ ആദ്യത്തെ ഓവറിൽ 22 റൺസാണ് അടിച്ചങ്ങ് കൂട്ടിയത് എന്ന കാര്യം മറക്കേണ്ടതില്ല. പിന്നെ ഇപ്പൊ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ SRH 5 ഓവർ ആകുമ്പോഴത്തേക്കിന് 74 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേ അവര് വിജയം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ അല്ലാഹ സെൻഫർ ആണ് യഥാർത്ഥത്തിൽ അവർക്ക് ഒരു വിക്കറ്റ് എടുത്ത് കൊടുക്കുന്ന കാഴ്ച കണ്ടത്. അതിലേക്ക് വിൽജാസിനെ കൊണ്ടിരുന്നു. അതായത് 5ാമത്തെ ഓവറിലേക്ക് വിൽജാസിനെ കൊണ്ടിരുന്ന ഓഫ് സ്പിൻ എന്തിൽ എത്തിയ സംഭവം കൊടുക്കുന്നു. പക്ഷെ അതൊക്കെ വർക്കാവുന്നില്ല. ആ ഓവറിലൊക്കെ 19 റൺസാണ് ജാക്സ് വിട്ടു കൊടുക്കുന്ന കാഴ്ച കണ്ടത്. അങ്ങനെ ബുംറക്കും അടികൊള്ളുന്നു. ബുംറ 28 റൺസ് കൊടുക്കുന്നു. SRH പവർ പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് 92 റൺസിലേക്ക് SRH എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പവർ പ്ലേയിൽ തന്നെ അവര് 8 സിക്സറുകളൊക്കെ അടിക്കുന്ന കാഴ്ച കണ്ടില്ല നിങ്ങള്. അത് നമ്മൾ നോക്കണം. പിന്നെ ബുംറ അവരുടെ പ്രധാനപ്പെട്ട ബോളറെ ബുംറക്കൊക്കെ കൊള്ളുന്ന കാഴ്ചയും കണ്ടു. ബുംറേനെ വരെ അവർ പിയറായിട്ട് കളിക്കുന്നില്ല. അവരെ ബുംറേനെ വരെ പിയർലെസ് ആയിട്ട് കളിക്കുന്നു. എല്ലാ ബോളും സ്ട്രക്ക് ചെയ്യുന്ന കാഴ്ചയും കണ്ടില്ലേ. ഹെഡും അഭിഷേക് ട്രാവിസ് സ്മോക്കിംഗ് പവർ പ്ലേ കൊണ്ടാണ് കൊടുക്കുന്നത്. അല്ലാഹ സെൻഫറാണ്. സെൻഫറിന്റെ പന്തിൽ റൺ ബോൾട്ട് കുതിച്ചിട്ട് അഭിഷേക് ശർമ്മ പോകുമ്പോൾ മുംബൈ ഒരല്പം ആശ്വാസമാകുന്നു. ഇഷാൻ കിഷനും ഗോൾഡൻ ടക്കാക്കി പറഞ്ഞു വിടുന്ന കാഴ്ചയും കണ്ടില്ലേ. അതായത് അഭിഷേകിനെ എടുക്കുന്നു, തൊട്ടുപുറകിൽ തന്നെ ഇഷാൻ കിഷാനെയും ഗോൾഡൻ ടക്കാക്കിയിട്ട് പറഞ്ഞു വിടുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ നമ്പർ 4 ഹാൻഡ്രിക് ക്ലാസൻ വരുന്ന കാഴ്ച കണ്ടില്ലേ. ക്ലാസൻ വന്നിട്ട് ഇപ്പോ ഈ സീസണിൽ വളരെ കൺസിസ്റ്റന്റ് കൂടി ഇത്രയും ഫോമിൽ കളിക്കുന്ന മറ്റ് ബാറ്റ്സ്മാൻമാരുണ്ടോ എന്നറിയില്ല. ഹാൻഡ്രിക് ക്ലാസൻ അത്രയും മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അഭിഷേക് ശർമ്മ ഔട്ടാകുമ്പോൾ ടീമിന്റെ ടോട്ടലിലേക്ക് വന്നു കഴിഞ്ഞാൽ അഭിഷേക് ശർമ്മ ഔട്ടാകുമ്പോൾ ടീമിന്റെ ടോട്ടല് 129 റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ടേബിളിൽ 129 റൺസ്, അഭിഷേക് 45. ഇഷാൻ കിഷൻ ഗോൾഡൻ ടക്കാക്കി പറഞ്ഞുകൊണ്ടു കഴിഞ്ഞിട്ടില്ല. അടുത്ത ഓവറിൽ 4 റൺസ് ആകുമ്പോഴത്തേക്കും ട്രാവിസ് എത്തുമ്പോൾ അപ്പോൾ ട്രാവിസിന്റെ 76 റൺസ്. ട്രാവിസിന്റെ ഹാർദിക് പാണ്ഡ്യയുടെ മുന്നിൽ വിൽജാച്ചിട്ട് മനോഹരമായി ക്യാച്ച് എടുക്കുന്നു. അങ്ങനെ ഒരു 10-12 പന്തിനിടയ്ക്ക് 10 റൺസ് മാത്രമാണ് സ്കോർ ചെയ്യാൻ പറ്റിയത്. 3 നല്ല സെറ്റ് ബാറ്റ്സ്മാൻമാർ. ഇഷാൻ കിഷൻ സെറ്റ് ആയിട്ടില്ല. ഇഷാൻ കിഷൻ പക്ഷേ നല്ല ഫോമിലാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്ന സീസണില്. പിന്നെ ക്ലാസിനെ കൂട്ടായിട്ട് റെഡ്ഡി വരുന്നു. റെഡ്ഡി വളരെ പതുക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ക്ലാസൻ ഗ്യാപ് ഷോട്ടുകൾ നല്ല രീതിയിൽ അടിക്കുന്നു. അദ്ദേഹത്തിന്റെ കപ്പാസിറ്റി എല്ലാവർക്കും അറിയാമല്ലോ. ക്ലാസിന് അറിയാം ഇനി കളിച്ചിട്ടില്ലെങ്കിൽ പണിയാവുന്ന വെച്ചാൽ ക്ലാസിൽ നല്ല രീതിയിൽ തന്നെ ബോൾ നോക്കിയിട്ട് തന്നെ കളിക്കുന്ന കാഴ്ച കൊണ്ട് കൃത്യമായ ഘട്ടത്തിൽ ബൗണ്ടറികൾ അടിച്ചു. കാരണം അപ്പോഴേക്ക് റൺ റേറ്റ് റിക്വയർഡ് റൺ റേറ്റ് 10-11 ഉള്ളൂ. ക്ലാസിന് 1-2 ഓവറിൽ 2-3 ഓവറിൽ കിട്ടിയാൽ തന്നെ കൂടി പോയി 13-14 ക്ലാസിനേക്കാൾ പോസിബിൾ ആണ് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അതുകൊണ്ട് തന്നെ എല്ലാ ഓവറിലും ഒരു ബൗണ്ടറി അടിക്കാൻ നോക്കുക. ഗ്യാപ് ഷോട്ട്, അതായത് ഹൈ ബോൾ അടിക്കാണ്ട് ഗ്യാപ്പിലേക്ക് ഞാൻ കളിക്കാൻ നോക്കുന്ന കളിച്ചിട്ടുണ്ട്. അപ്പൊ കുറെ ബോൾ കണ്ടില്ല നമ്മൾ ഓഫ് സൈഡിലേക്ക് അടിക്കുന്നത്. ഓഫ് സൈഡിലേക്കും അതേപോലെ ബൗളറിന്റെ ബാക്കിലേക്ക് സ്ട്രേറ്റ് ബാക്കിൽ അടിക്കുന്ന കാഴ്ച കണ്ടില്ലേ.
അപ്പൊ ക്ലാസൻ നല്ല രീതിയിൽ തന്നെ ഇന്നലെ കളിച്ചിട്ടുണ്ടെന്ന കാര്യം മറക്കേണ്ടതില്ല. ക്ലാസിനും റെഡ്ഡിയും കൂടി മികച്ച രീതിയിൽ തന്നെ കളിച്ചു കൊണ്ടുപോകും. പക്ഷെ റെഡ്ഡിയുടെ വിക്കറ്റ് പോകുന്നു. റെഡ്ഡി പോയതിനു ശേഷം വരുന്നത് ആരാണെന്നറിയോ? സലീൽ അറോറയാണ് വരുന്നത്. പിന്നെ സലീൽ അറോറ വന്നിട്ട് എന്താണ് ചെയ്തത്? ക്ലാസിന് കൂടെ അദ്ദേഹം കൂടി നിന്നു. പിന്നെ 2 പേരും കൂടി ആനം കടിക്കുന്ന കാഴ്ച കണ്ടില്ലേ? ഇപ്പൊ ഹാർദിക് പാണ്ഡ്യയുടെ ബോൾ, ഹാർദിക് പാണ്ഡ്യ ഇംപ്രസീവ് ആയിട്ടുള്ള ബോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലാസൻ ഒരു ഇമ്പോർട്ടന്റ് ബൗണ്ടറി അവർ അടിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ ഓവറും ക്ലാസൻ ബൗണ്ടറി അടിച്ച് കൂട്ടുന്നു. ഈ ടൂർണമെന്റ് ക്ലാസ് മികച്ച രീതിയിലാണ് ബാറ്റ് ചെയ്യുന്ന സംശയങ്ങൾ വേണ്ട. അതിന് അതായത് ഇത്രയും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്ത മറ്റൊരു ബാറ്റ്സ്മാൻമാർ ഈ ടൂർണമെന്റിൽ ഉണ്ടാകുന്ന സംശയങ്ങളാണ്. ഇപ്പോൾ ഹെൻറി ക്ലാസ് അതിന് മികച്ച രീതിയിൽ തന്നെ പന്തെറിഞ്ഞിട്ടുണ്ട്. ബുംറയെ പോലും ഒരു എക്സ്ട്രാ കവറിന്റെ മുകളിലെ കൂടി 6 അടിക്കുന്ന കാഴ്ച എത്ര മനോഹരമായിരുന്നു ആ 6. അതൊക്കെ കണ്ടാൽ തന്നെ ക്ലാസിന്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ കൺസിസ്റ്റന്റ് ആണ് ക്ലാസിന്റെ ഒരു മെയിൻ സംഭവം. അതാണ് ടൂർണമെന്റുകളിലും കൺസിസ്റ്റന്റ് ആയിട്ട് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. 30 പന്തിൽ 65 റൺസ് അടിച്ചത് സലീൽ അറോറ ആവട്ടെ 10 പന്തിൽ 30 റൺസുമായി സലീൽ അറോറ. ഇപ്പൊ SRH IPL ഫോർത്ത് ഹയസ്റ്റ് സക്സസ്ഫുൾ റൺ ചേസസിൽ 4ാം സ്ഥാനത്ത് SRH വന്നിട്ടുണ്ട്. 243 റൺസാണ് അവർ ചേസ് ചെയ്തുകൊണ്ടത്. 6 വിക്കറ്റ് ബാക്കി നിൽക്ക് 8 ബോളുകൾ ബാക്കി നിൽക്കാൻ അവരെ വിജയം സ്വന്തമാക്കിയ കാഴ്ച എന്ന് കൂടി നമ്മൾ ഓർക്കേണ്ട ഒന്നാണ്. അപ്പൊ മുംബൈയുടെ കാര്യം ഇപ്പോൾ പരിതാപകരത്തിലേക്ക് തന്നെയാണ് ഉള്ളത്. അതാണ് മുംബൈ IPL എത്ര മികച്ച ഫോമിലൊന്നും കളിക്കാൻ പറ്റുന്നില്ല. മുംബൈക്ക് ഇത് എന്ത് വിധിയെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പൊ ഇന്നലെ ഹെൻറി ക്ലാസിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടിയത്. ഹെൻറി ക്ലാസിൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഹെൻറി ക്ലാസിൻ പറയുന്നത് അവർക്കൊരു ഗുഡ് ബോളിംഗ് അറ്റാക്ക് ഒക്കെ ഉണ്ട്, ക്വാളിറ്റി ബോളിംഗ് അറ്റാക്ക് ആണ്. അപ്പൊ അവർക്ക് വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ അതിന് നമ്മൾ കൊടുത്തിട്ടില്ല. നമ്മളെ കൃത്യമായ ഘട്ടത്തിൽ 4കളും 6കളും ഒക്കെ എടുക്കുന്ന കാഴ്ച. പിന്നെ ഹെഡിന്റെ അഭിഷേകം 2 പേരുടെയും പവർ പ്ലേ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ സലീൽ അറോറ ചോദിച്ചെങ്കിൽ ഞാൻ കളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തീർച്ചയായും ഫിനിഷ് ചെയ്തു, പ്രഷർ ഒന്നും വേണ്ട, ഫിയർലെസ് ആയിട്ട് കളിച്ച മതിയാണ് ഹെൻറി ക്ലാസിൻ പറയുന്നത്. പാറ്റ് കമ്മിൻസ് പറയുന്നത് ടഫ് ടു സ്റ്റാർട്ട് ആയിരുന്നു, പക്ഷേ പിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് കുറച്ച് പ്രശ്നം പറ്റിയിട്ടില്ല, ചെയ്തതായിരുന്നു. പിന്നെ നമ്മള് കഴിഞ്ഞ 2 കൊല്ലം 200 പോലും ചേസ് ചെയ്യാൻ പറ്റാത്ത ടീമായിരുന്നു. നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇഷാൻ കിഷൻ വന്നതോടുകൂടി ടീമിന്റെ ഇത് മൊത്തത്തിൽ മാറ്റിക്കളഞ്ഞു. ഇപ്പൊ 240 ഒക്കെ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്ന ടീമായി നമ്മൾ മാറിയതാണ് പാറ്റ് കമ്മിൻസ് പറയുന്നത്. പിന്നെ ഇഷാൻ മല്ലിന്റെ കാര്യം കൂടി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 4 ഓവറാണ് അദ്ദേഹത്തിന്റെ കളിയെ മാറ്റിയില്ലെങ്കിൽ ഒരു 20 റൺസൊക്കെ രക്ഷ കൂടി ലഭിച്ചാണ് മുംബൈക്ക് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ വരുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്നതോ, ഞാൻ വിചാരിക്കുന്നത് ഡ്യൂണും ഗെയിമിൽ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കളിച്ചിട്ടാണ് പറയുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഡ്യൂ പ്ലേഡ് മച്ച് ഓഫ് എ റോൾ. പിന്നെ SRHന്റെ ക്വാളിറ്റി, അവരെ ഗുഡ് ക്രിക്കറ്റിംഗ് ഷോട്ട് കളിച്ച് നമ്മൾ ബാറ്റ് ബോൾ വരെയാണ് മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ പറയുന്നത്. മുംബൈ നായകൻ ഹാർദിക് പാണ്ഡ്യ പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഐ എൻജോയ്ഡ് ആൻഡ് ഫൺ ഹാഡ് ഫൺ ഓൺ ദി ഗ്രൗണ്ട് ടുഡേ. ഞാൻ എൻജോയ് ചെയ്ത് നല്ല ഫണ്ണുണ്ടായിരുന്നു കളിയിലാണ് അദ്ദേഹം പറയുന്നത്. കളി തോറ്റ ക്യാപ്റ്റൻ ആണ് ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും കളി ഇഷ്ടപ്പെട്ടു, പക്ഷെ നിങ്ങൾ ജയിക്കുന്നില്ലല്ലോ ഹാർദിക്, അതിന്റെ പ്രശ്നങ്ങളില്ലേ? പിന്നെ ഞാൻ എപ്പോഴും ഒരു പുതിയ ഇത് ട്രൈ ചെയ്തിട്ട് ഹെഡിൽ ഔട്ടാക്കാൻ, പക്ഷേ അത് കിട്ടി. അവസാനം അതൊന്ന് സക്സസ് ആയി പോയെന്നും ഹാർദിക് പാണ്ഡ്യ പറയുന്ന കാഴ്ചയാണ്. ഏതായാലും SRH വിജയക്കുറിപ്പ് തുടരുകയാണ്. ഈ സീസൺ അവർ കിരീടത്തിലേക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്രയും മികച്ച രീതിയിൽ തന്നെ അവർ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിദേശമായി നമ്മൾ വീണ്ടും എത്താം.